ഹായ് എവരിവൺ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതാണ് മനുഷ്യാവകാശ കമ്മീഷൻ. 1993 പ്രാബല്യത്തിൽ വന്ന മനുഷ്യാവകാശ നിയമവും മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി നമുക്കിന്ന് പഠിക്കാം. അതേപോലെ 2019 മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി എന്ന് പറഞ്ഞിട്ട് ഒരു ബില്ല് പാസ്സായിട്ടുണ്ട്. അതിനെ പറ്റി നമുക്കിന്ന് ചർച്ച ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് നോക്കാം എന്താണ് ഈ മനുഷ്യാവകാശങ്ങൾ. മനുഷ്യവർഗത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും ഒരേപോലെ ലഭ്യമാകേണ്ട അവകാശങ്ങളാണ് എന്തെന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മനുഷ്യവർഗത്തിലെ ഒരു അംഗം എന്ന നിലയ്ക്ക് എല്ലാവർക്കും ഒരേപോലെ തുല്യമായി ലഭിക്കേണ്ട അവകാശങ്ങളാണ് എന്ത് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് PSCയുടെ സ്ഥിരമായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് UN ചാർട്ടറിനെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച ഒരു മനുഷ്യാവകാശ രേഖയുണ്ട്. അതാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. UN ചാർട്ടറിനെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച ഒരു മനുഷ്യാവകാശ രേഖ അതാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. എന്നാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്? അത് 1948 ഡിസംബർ 10-നാണ്. 1948 ഡിസംബർ 10-നാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഡിസംബർ 10 എന്തായി ആചരിക്കുന്നു? മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു, അല്ലെ? മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. PSCയുടെ ക്വസ്റ്റ്യൻ ആണ്, എന്നാണ് മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നത്? എന്നാണ്? അത് ഡിസംബർ 10-ആണ്. അപ്പൊ നമ്മളിവിടെ 3 ചോദ്യങ്ങളാണ് പറഞ്ഞത്, അല്ലെ? UN ചാർട്ടറിനെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച ഒരു മനുഷ്യാവകാശ രേഖയുണ്ട്. അതാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഓക്കെ, എന്നാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്? അത് 1948 ഡിസംബർ 10. ഓക്കെ, മനുഷ്യാവകാശ ദിനം എന്നാണ്? ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്നാണ്? അത് ഡിസംബർ 10. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ പറഞ്ഞ 3 കാര്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി? നമ്മുടെ ഭരണഘടനയിൽ ഏതിനെ പറ്റി പ്രതിപാദിച്ചിട്ടില്ല? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പ്രതിപാദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുണ്ട്. ഇവ തമ്മിൽ തിരിഞ്ഞു പോകരുത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്താണ്? ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഫിനാൻസ് കമ്മീഷനെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അത് പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ബോഡീസ് ആണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. എന്നാൽ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ലാതെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ബോഡീസ് ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് തരം ബോഡിയാണ്? അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ന് ഓർത്തിരിക്കുക. എവിടെയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ആസ്ഥാനം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? അത് മാനവ അധികാർ ഭവൻ, ന്യൂഡൽഹി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ അധികാർ ഭവൻ, ന്യൂഡൽഹി. ഓക്കെ, ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 2 വസ്തുതകൾ. ഒന്ന്, 1993 സെപ്റ്റംബർ 28-നാണ് മനുഷ്യാവകാശ നിയമം നിലവിൽ വരുന്നത്. 1993 സെപ്റ്റംബർ 28-നാണ് മനുഷ്യാവകാശ നിയമം നിലവിൽ വരുന്നത്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 1993 ഒക്ടോബർ 12-ന് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 1993 സെപ്റ്റംബർ 28-ന് മനുഷ്യാവകാശ നിയമവും 1993 ഒക്ടോബർ 12-ന് മനുഷ്യാവകാശ കമ്മീഷനും നിലവിൽ വന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 കാര്യങ്ങളും ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ നിയമം എന്നാണ് പ്രാബല്യത്തിൽ വന്നത്, അതേപോലെ മനുഷ്യാവകാശ കമ്മീഷൻ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചത് ഈ 1993 ഒക്ടോബർ 12 മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണെന്നുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണെന്നുള്ളത്. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? നമുക്ക് പറയാൻ പറ്റുന്നത് 5 അംഗങ്ങളെയാണ്. 5 സ്ഥിര അംഗങ്ങൾ എന്നാണ് പറയുന്നത്. ചെയർമാനും പിന്നീട് 4 സ്ഥിര അംഗങ്ങൾ ഉൾപ്പെടെ 5 പേര്. ദേശീയ മനുഷ്യാവകാശ
കമ്മീഷനിലെ അംഗങ്ങൾ എത്രയാന്ന് ചോദിച്ചാൽ 5, അതില് ചെയർമാനും പിന്നെ 4 സ്ഥിര അംഗങ്ങളും. ഇത് കൂടാതെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. ഓക്കെ, ആരൊക്കെയാണ്? ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടിക വർഗ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ തുടങ്ങിയവയുടെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആണ് മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ഇത് 2019 ഭേദഗതി ബില്ല് വരുന്നതിന് മുമ്പാണ് ഈ 4 പേർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പൊ നിലവില് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഇത്രയും പേര് മാത്രമല്ല, ഇതിലെ ആളുകൾ കൂടിയിട്ടുണ്ട്. അത് നമുക്ക് ആ ഭേദഗതി നിയമത്തെ പറ്റി പറയുന്ന സമയത്ത് പഠിക്കാം. ഓക്കെ, അപ്പം എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ, ദേശീയ പട്ടിക വർഗ കമ്മീഷൻ, നാഷണൽ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ, നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ഇവയുടെ ചെയർമാൻ അല്ലെ ചെയർപേഴ്സൺ. ഇത് ഓർത്തിരിക്കണം, കാരണം 2018 നടന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് ഈ ചോദ്യം ഉണ്ടായിരുന്നു. താഴെ തന്നിരിക്കുന്നവയില് മനുഷ്യാവകാശ കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ അല്ലാതിരുന്ന വ്യക്തികൾ അല്ലാതിരുന്നത് ആര് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പഠിക്കുക. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടം, ചെയർമാൻ ആകാനുള്ള നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആകാനുള്ള യോഗ്യത അത് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസിനെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായി നിയമിച്ചിരുന്നത്. ഇതും ഇപ്പോൾ മാറിയിട്ടുണ്ട്. പുതിയ ഭേദഗതിയിൽ ഈ യോഗ്യതയും മാറിയിട്ടുണ്ട്. അപ്പൊ നേരത്തെ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ടുള്ള യോഗ്യത. ഓക്കെ, അദ്ദേഹത്തിനെ നിയമിക്കുന്നത്, അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കുന്നതും അദ്ദേഹത്തിനെ നീക്കം ചെയ്യുന്നതും ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ഇത് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? അത് രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇനി കാലാവധി, ടെന്യൂർ എത്ര നാളാണ്? 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതിൽ ആദ്യം ഏതാണോ സംഭവിക്കുന്നത്, 5 year or 70 age which ever is earlier. ഇതിൽ ആദ്യം ഏത് സംഭവിക്കുന്നോ അതനുസരിച്ചിട്ട് കാലാവധി അവസാനിക്കും. ഇതും പുതിയ അമെന്റ്മെന്റിൽ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ആരായിരുന്നു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ, ഫസ്റ്റ് ചെയർമാൻ? അതാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. നിലവിലെ ചെയർമാൻ ആരാണ്? നിലവിലെ HL ദത്തു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. UN ചാർട്ടറിനെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖയാണ് ഏത്? സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. 1948 ഡിസംബർ 10 പ്രാബല്യത്തിൽ വന്നത്. അത് പ്രഖ്യാപനം നടന്നത്. മനുഷ്യാവകാശ ദിനം ഡിസംബർ 10, ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഡിസംബർ 10. ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? അത് മാനവ അധികാർ ഭവൻ, ന്യൂഡൽഹി. 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ നിയമവും 1993 ഒക്ടോബർ 12 മനുഷ്യാവകാശ കമ്മീഷന് നിലവിൽ വന്നു. എത്ര അംഗങ്ങളാണ്? ചെയർമാനും 4 സ്ഥിരാംഗങ്ങൾ ഉൾപ്പെടെ 5 അംഗങ്ങൾ. അതുകൂടാതെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത് ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടിക വർഗ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്നിവയുടെ ചെയർപേഴ്സൺ, അതേപോലെ ചെയർമാൻ. ഓർത്തിരിക്കുക, ഈ പറഞ്ഞ പാർട്ടെല്ലാം മാറിയിട്ടുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞത് 2019 വരെ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമാണ്. ഇനി യോഗ്യത എന്താണ് ചെയർമാന്റെ? സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്, അതാണ് ചെയർമാൻ ആകാനുള്ള യോഗ്യത. നിയമനം ചെയ്യുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. കാലാവധി, ചെയർമാന്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതാണ് ചെയർമാന്റെയും അതേപോലെ അംഗങ്ങളുടെയും കാലാവധിയായി പറയുന്നത്. ആദ്യ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? അത് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. നിലവിൽ ആരാണ്? അത് HL ദത്തു. അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എന്നാണ് നിലവിൽ വരുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ? 1998 ഡിസംബർ 11 PSC ചോദിച്ച ചോദ്യമാണ്. എന്നാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്? എന്നാണ് 1998 ഡിസംബർ 11. എത്ര അംഗങ്ങളുണ്ട്? അത് 3 അംഗങ്ങളാണ്. ഓക്കെ, അപ്പൊ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ എത്രയാണ്? 3 ആരൊക്കെയാണ്? ചെയർമാനും പിന്നെ 2 സ്ഥിരാംഗങ്ങളും ചേർത്ത് ആകെ മൊത്തം 3 അംഗങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ്, ആരാണ് ഇവരെ നിയമിക്കുന്നത്?
അത് ഗവർണറാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരായിരുന്നു? പ്രസിഡന്റ് ആയിരുന്നു. എന്നാൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ അവരെ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റുമാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനെയും അതേപോലെ അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ നീക്കം ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിയമിക്കുന്നതും അതേപോലെ നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ്. ഓക്കെ, ഇനി എന്താണ് ചെയർമാന്റെ യോഗ്യത? കേരള ഹൈക്കോടതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസ് പദവി അലങ്കരിച്ച അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിക്കാണ് ചെയർമാൻ ആകാനുള്ള യോഗ്യത. ഓക്കെ, ഇനി കാലാവധിയോ? ടെന്യൂർ നമ്മുടെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ അതേ ടെന്യൂർ തന്നെയാണ്, അതേ കാലാവധി തന്നെയാണ്. എത്ര? 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത്? ഇതായിരുന്നു കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി. ഇതും മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ, ഫസ്റ്റ് ചെയർമാൻ ആരാണ്? അത് ജസ്റ്റിസ് എം പരീത് പിള്ള. ജസ്റ്റിസ് എം പരീത് പിള്ള. നിലവിൽ ആരാണ്? നിലവില് ആന്റണി ഡൊമിനിക്. ഇപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ അത് നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ആന്റണി ഡൊമിനിക് ആണ്. ഓക്കെ, അപ്പൊ 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ? 3 പേര്. ഇവരെ നിയമിക്കുന്നത് ഗവർണർ, എന്നാൽ നീക്കം ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. യോഗ്യത എന്താണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടിരുന്ന വ്യക്തിയാണ് ചെയർമാൻ ആകാനുള്ള യോഗ്യത. കാലാവധി ചെയർമാന്റെയും അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇത് മാറിയിട്ടുണ്ട് ഇപ്പോൾ. ദെൻ ആദ്യ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് ജസ്റ്റിസ് എം പരീത് പിള്ള. നിലവിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് ആന്റണി ഡൊമിനിക്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് കറണ്ട് അഫയർ പാട്ടെന്ന് ഞാൻ പറഞ്ഞു, അതാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി 2019. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് അമിത്ഷായാണ്. ഇത് ലോകസഭ 2019 ജൂലൈ 19 രാജ്യസഭ 2019 ജൂലൈ 22 പാസാക്കി. പ്രസിഡന്റ് എന്നാണ് ഒപ്പുവെക്കുന്നത്? 2019 ജൂലൈ 27. ഈ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക. 2019 ജൂലൈ 27 പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇതും പ്രകാരം നമ്മൾ ഈ പറഞ്ഞ ഫാക്ട്സിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് കറണ്ട് അഫയർ പാർട്ടിൽ ചോദിക്കാൻ കൂടുതൽ സാധ്യത. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് യോഗ്യതയെ പറ്റി പറയാം. അപ്പൊ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാന്റെ യോഗ്യത എന്തായിരുന്നു? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച വ്യക്തി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ പറയുന്ന യോഗ്യതയിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജി പദവിയോ വഹിച്ച വ്യക്തി ആയാൽ മതി. നേരത്തെ ആരായിരുന്നു? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച വ്യക്തി ആയിരിക്കണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തി ആയാൽ മതി. ഇത് തന്നെയാണ് ഇതേപോലെ തന്നെയാണ് സംസ്ഥാനത്തെ യോഗ്യതയിലും ചെറിയ വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. നേരത്തെ എന്തായിരുന്നു യോഗ്യത? ചെയർമാന്റെ യോഗ്യത ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച വ്യക്തി ആയിരിക്കണം എന്നായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ബില്ല് അനുസരിച്ചിട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജി പദവി വഹിച്ച വ്യക്തി ആയാൽ മതി. ഓക്കെ, അപ്പം യോഗ്യതകള് ആരെയും കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ കൂടെ ആരും കൂടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തി ആയാലും മതി. അതേപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ പോസ്റ്റിലേക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തി ആയാൽ മതി. ഇനി അടുത്തത് കാലാവധി നമ്മൾ നേരത്തെ പറഞ്ഞത് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിരുന്നു പറഞ്ഞത്. 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിരുന്നു പറഞ്ഞത്. അതിപ്പോൾ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിട്ട് മാറിയിട്ടുണ്ട്. അതായത് 5 വർഷം എന്നുള്ള കാലാവധി 3 ചുരുക്കിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ കാലാവധി ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 5 നിന്നും എത്രയായി ചുരുക്കി? 3 ആക്കി ചുരുക്കിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ്. ഓക്കെ, ഇനി എക്സ് ഒഫീഷ്യോ മെമ്പറിന്റെ കേസ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? നേരത്തെ ആയിരുന്നെങ്കിൽ 4 പേരായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണവും കൂട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നോക്കാം, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ? ആരാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ? ഈ വ്യക്തികളുടെയൊക്കെ പേര് ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് ചെയർപേഴ്സൺ? അത് ശ്രീ സയ്യദ് ഖൈറുൽ റസൻ റിസ്വി. ശ്രീ സയ്യദ്
ഖൈറുൽ ഹസൻ റിസ്വി. അദ്ദേഹമാണ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിന്റെ ചെയർപേഴ്സൺ. അടുത്ത എക്സ് ഒഫീഷ്യോ മെമ്പർ ആണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, പട്ടിക ജാതിയുടെ നാഷണൽ കമ്മീഷൻ. ഓക്കെ, ആരാണ് ചെയർപേഴ്സൺ? രാംശങ്കർ കത്തേറിയ. രാംശങ്കർ കത്തേറിയ. അടുത്ത എക്സ് ഒഫീഷ്യോ മെമ്പർ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്. ഷെഡ്യൂൾഡ് ട്രൈബ്, പട്ടിക വർഗത്തിന് വേണ്ടിയിട്ടുള്ള നാഷണൽ കമ്മീഷൻ. ആരാണ് ചെയർപേഴ്സൺ? നന്ദകുമാർ സായി. ഓക്കെ, 2018 നടന്ന കമ്പനി ബോർഡ് പരീക്ഷയുടെ ചോദ്യത്തില് കറണ്ട് അഫയർ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ കയറി വന്നായിരുന്നു. അപ്പൊ അന്ന് കറണ്ട് അഫയർ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? അന്നായിരുന്നു ഒരു ആദിവാസി യുവാവിനെ നമ്മുടെ കേരളത്തിൽ മർദ്ദിച്ചു കൊന്നത്, അല്ലെ? അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ നാഷണൽ കമ്മീഷനെ പറ്റി, ഷെഡ്യൂൾഡ് ട്രൈബിന്റെ നാഷണൽ കമ്മീഷൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യം വന്നത്. അടുത്തത് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ. അതാണ് അടുത്ത എക്സ് ഒഫീഷ്യോ മെമ്പർ. അതാരാണ്? രേഖ ശർമ്മ. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ആദ്യം പറഞ്ഞ ഈ 4 പേര് നേരത്തെ ഉണ്ടായിരുന്നവർ തന്നെയാണ്. അത് കൂടാതെയാണ് 3 പേരെ വന്നിരിക്കുന്നത്. അടുത്തത് NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. NCPCR, NCPCRന്റെ ചെയർപേഴ്സണെ ഒരു സ്പെഷ്യൽ ഇൻവൈറ്റി, അതായത് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ഫുൾ കമ്മീഷനിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ട് വിളിച്ചിട്ടുണ്ട്. അത് NCPCRന്റെ ചെയർപേഴ്സൺ ആണ്. ഇപ്പൊ നിലവില് സ്തുതി കക്കർ ആണ്. സ്തുതി കക്കർ. അടുത്ത എക്സ് ഒഫീഷ്യോ മെമ്പർ ആണ് ബാക്ക്വേർഡ് ക്ലാസ്. ബാക്ക്വേർഡ് ക്ലാസ്സിന് വേണ്ടിയുള്ള നാഷണൽ കമ്മീഷന്റെ ചെയർപേഴ്സൺ അത് ഭഗവാൻ ലാൽ സാഹിനി, ഡോക്ടർ ഭഗവാൻ ലാൽ സാഹിനി. ഓക്കെ, ഇനി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിന് വേണ്ടിയിട്ടുള്ള ചീഫ് കമ്മീഷണറെയും എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും പേരാണ് ഇപ്പൊ നിലവില് എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി പദവി അലങ്കരിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക. നമുക്ക് ഇതിനകത്ത് എണ്ണമായിരിക്കില്ല പരീക്ഷയ്ക്ക് വരാൻ സാധ്യത. പരീക്ഷയ്ക്ക് വരാൻ സാധ്യത താഴെ തന്നിരിക്കുന്നവയില് എക്സ് ഒഫീഷ്യോ അംഗങ്ങളല്ലാത്തതാര്, അംഗങ്ങളായിട്ടുള്ളതാര്, ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ സാധ്യത. ഓക്കെ, ഈ എടുത്തിരിക്കുന്ന ഡേറ്റ നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ഡേറ്റയാണ്. ഓക്കെ, അവിടെ ഈ പറയുന്ന NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അതിന്റെ ചെയർപേഴ്സണെ ഒരു സ്പെഷ്യൽ ഇൻവൈറ്റി എന്നാണ് കണ്ടത്. ബാക്കിയുള്ള ആളുകളെ എക്സ് ഒഫീഷ്യോ മെമ്പർ എന്ന് തന്നെ എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ തന്നെ ഇത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. എക്സാമിന് എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് 1 മാർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഇതുപോലുള്ള ക്വാളിറ്റി കണ്ടന്റ് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്